മണ്ഡലത്തിൽ ഈ SDPIയുടെ പിന്തുണ അവർ നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പിന്നീട് LDF സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, മങ്കടയിൽ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്, നല്ല രീതിയിൽ വിജയിച്ചു. നിങ്ങൾ എന്തിനാലും വല്ലാതെ വിഷമിക്കുന്നത്? ആ വിഷമം കൊണ്ട് കുറച്ച് നടക്കി, അത് വേറൊന്നും ചെയ്യാനില്ലാലോ. പ്രയാസം മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എല്ലാവർക്കും നിങ്ങളുടെ വിഷമം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ വിഷമം മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയല്ലോ. അതാ ഞാൻ പറഞ്ഞത്, എന്തും വിളിച്ചു പറയാൻ എല്ലില്ലാത്ത നാക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനൊന്ന് എല്ലാറ്റിനും മറുപടി പറയാൻ ആർക്ക് സാധിക്കും? പക്ഷേ ഇതൊന്നും നാട്ടിൽ ചിലവാകാൻ പോകുന്നില്ല. നാടിനും ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള അറിവും ഒരു തരത്തിലുള്ള അംഗീകാരവും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കരുതണ്ട. ഡീലിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്നലെ ഏതോ RSS നേതാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളാരെയും ശ്രദ്ധയിലില്ല എന്നല്ലേ? ഒരു RSS നേതാവ് പറഞ്ഞൊരു കാര്യം, അത് ഇദ്ദേഹം തന്നെ 1-2 ഘട്ടങ്ങളിൽ RSSൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ളത് ഒരു RSS നേതാവ് പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗതികേടൊന്നും ഞങ്ങൾക്കൊരു കാലം ഇല്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഡീലിനുമില്ല. ഞങ്ങളെല്ലാം സുതാര്യമാണ്. ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാകാറില്ല. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയത എതിർത്ത് പോകുന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇതേവരെ അതാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഇനിയും അത് തന്നെയാണ് സ്വീകരിക്കുക. അപ്പോൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലക്കാടാണ് ഈ ഡീൽ വിവാദം ആദ്യമായിട്ട് സതീശ് ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പില് ആദ്യമായിട്ട് ഈ ഒരു അജണ്ട നിശ്ചയിക്കുന്നതും UDF ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടാനാണോ ഈ പാലക്കാട് പോലുള്ള സ്ഥലത്ത് ഡീലാരോപണം ഉന്നയിക്കുന്നതാണോ കരുതുന്നത്? അജണ്ട നിശ്ചയിക്കുന്നത് UDF അല്ല. അജണ്ട നിശ്ചയിക്കുന്നത് UDFന്റെ ഈ ഉപദേശകരുണ്ടല്ലോ, എന്താ ഒരു പേരില്ലേ, അനുകൂലം, അങ്ങനെയുള്ളവരാണ് ഈ അജണ്ട നിശ്ചയിച്ചു കൊടുക്കുന്നത്. അവരുടെ ഉപദേശമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുടെ പെരുമഴ ഉണ്ടാക്കണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ നല്ല അവസരം അവർക്കുണ്ടായിരുന്നില്ലേ അസംബ്ലിയിൽ? ഈ കഴിഞ്ഞ അസംബ്ലി, നമ്മുടെ നിയമസഭാ സമ്മേളനം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്നൊരു കാര്യമല്ലേ? അതിനകത്തല്ലേ ഈ പറയുന്ന എല്ലാം ഉന്നയിക്കേണ്ടത്? ഒരക്ഷരം സംസാരിച്ചു. അവിടെ നയപ്രഖ്യാപനത്തെ പറ്റി 3 ദിവസം സംസാരിക്കാൻ, നമ്മുടെ ബജറ്റിനെ കുറിച്ച് 3 ദിവസം സംസാരിക്കാൻ, ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറായി. അവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കായിരുന്നല്ലോ, മന്ത്രിമാർക്കൊക്കെ എതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു. സാധാരണ പ്രതിപക്ഷം എടുക്കുന്നൊരു അവകാശമല്ലേ ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കൽ. അവിശ്വാസം പാസ്സാകുന്നില്ല, എന്നാലും ഒരു അവസരമാണല്ലോ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ട് പറയാൻ. ഭരണകക്ഷി അങ്ങനെ എരിവരി കൊള്ളിക്കാൻ പറ്റുന്നൊരു അവസരമല്ലേ, എന്തേ ഉപയോഗിക്കാതിരുന്നത്? എന്താ അവരാരും അതിന് തയ്യാറാകാതിരുന്നത്? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. അവർ ഇത്തരം വേദികളിൽ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാൻ തയ്യാറല്ല. കാരണം കിട്ടുന്ന മറുപടി കനത്തതായിരിക്കും. വസ്തുതകളാണ് പറയുക. അത് കേട്ട് അവരാണ് എരിവരി കൊള്ളേണ്ടി വരിക. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഒളിച്ചോടാൻ തയ്യാറായത്. ഇവിടെ